എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ധാരാളമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം രാവിലെ ഒരിടത്ത് ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട ചായ കേട്ടോ. പിന്നെ പാറ്റീസ്, വെജിറ്റബിൾ പാറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരു പാക്കറ്റിൽ 10 എണ്ണമായിരുന്നു. അതപ്പം ഞാൻ ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ടൊമാറ്റോയും ഒക്കെ അരിഞ്ഞെടുത്ത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിള്ളേർക്ക് 2 ടിഫിനെടുത്തു. പിന്നെ 10 എല്ലാം ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എൻ്റെ ഒരെണ്ണം എടുത്ത് പോൾമോന് വെച്ചിരുന്നവന് കഴിക്കണമെങ്കിലെന്നും പറഞ്ഞു. ഞാൻ ദോശമാവുണ്ടായിരുന്നു. ഞാൻ ആ ദോശയും ഇച്ചിരി സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി സാമ്പാറും കഴിച്ച് ഒരെണ്ണം ഞാൻ എടുത്തു. രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു മുട്ട മസാല ഉണ്ടാക്കാം. മുട്ട റോസ്റ്റെന്നോ മുട്ട മസാലയെന്നോ മുട്ടക്കറിയെന്നോ, ചാറാണെങ്കിൽ മുട്ടക്കറി, ഗ്രേവി തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, വെജിറ്റബിൾ ഓയിലാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇട്ടിട്ട് ഇച്ചിരി കടുക്, ഒരു പിഞ്ച്, ഒരു നുള്ളോ ഒരു 1/4 ടീസ്പൂണോ ഇത്രയും മതി. പെരുംജീരകം, ഇത്തിരി കറിവേപ്പില, ഇത്രയും വെളുത്തുള്ളി, വലിയ 2 സവാള, അതിലേക്ക് തന്നെ മീഡിയം സൈസിൽ 2 ടൊമാറ്റോ, വലുതാണെങ്കിൽ ഒരെണ്ണം. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി നേരം അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇതെല്ലാം ഇപ്പം വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് ചെറിയ തീയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മസാലയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറായിട്ട് എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. തിക്ക് ഗ്രേവിയായിട്ട് എടുക്കാനാണെങ്കിൽ ഇത്രയും മതി. തിളച്ച് വരട്ടെ. തീ കുറച്ചിട്ട് ഇച്ചിരി അവിടെ ചെറിയ തീയിൽ കിടക്കട്ടെ. പഞ്ചസാര, താല്പര്യം ഉള്ളവർ ചേർത്താൽ മതി. അതുകൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ആ മസാലയുടെ കുത്തലുണ്ടെങ്കിൽ അതും. ചെറിയ തീയിൽ കിടക്കട്ടെ. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. എന്നാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം.
ഇച്ചിരി നേരം കൊണ്ട് ഇത് അടപ്പത്ത് കിടക്കട്ടെ. അപ്പം അതവിടെ ചെറിയ തീയിലവിടെ കിടക്കട്ടെ. ആ മുട്ടയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ആ നേരം കൊണ്ട് ഞാനിവിടെ പയറൊക്കെ ഒന്ന് അരിഞ്ഞായിരുന്നു പയർ തോരൻ വെക്കാനായിട്ട്. ചീനച്ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പിലിട്ട് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സവാള ഭയങ്കര പച്ച സവാളയാണ്, ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നീറുന്ന സവാളയാണ്. അപ്പോൾ ഇന്നാൾ പ്രസന്ന പറഞ്ഞായിരുന്നു ഫാൻ ഇട്ടിട്ട് സവാള അരിഞ്ഞാൽ ഇങ്ങനെ കണ്ണിൽ ഇത് വരത്തില്ലെന്ന്. പക്ഷേ ഫാൻ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പം ചിലർ പറയുന്നേക്കാം ഫാൻ ഇട്ടാലും എല്ലായിടും കൂടെ സ്പ്രെഡാവും, അതങ്ങ് ഓഫാക്കാം. പക്ഷേ എനിക്ക് ഫാൻ ഇടാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഭയങ്കര ഇതാണ്. അതുപോലെ എൻ്റെ അടുത്ത് ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു, ഞങ്ങൾ ഈ ജിയോ മാർട്ടിൽ ചിലപ്പോൾ സാധനം വാങ്ങിക്കുന്നുണ്ടേ ചില സമയത്ത് അവൈലബിൾ ആയിരിക്കും 5 രൂപയുടെ 1 കിലോ സവാള 5 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആൻറ്റി പറഞ്ഞു, വിജി അത് നല്ലതാണോ, അതിൻ്റെ അകത്ത് പന്നലുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളിപ്പോൾ അതേ സമയം നമുക്കിടയിൽ അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ സാധാ നോർമൽ റേറ്റിന് വാങ്ങിക്കുവാണെങ്കിലും ഇതേ കിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ചുരുക്കം ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം കാണാൻ എനിക്ക് ഒരെണ്ണം കാണാൻ പന്നലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സവാളയാണ് കിട്ടുന്നത്. ചില സമയത്ത് ഏരിയ വൈസിലും കിട്ടും. ചില സമയത്ത് ഞങ്ങളുടെ ഈ ഏരിയയിൽ 5 രൂപ ഇത്ര രൂപയ്ക്ക് സാധനം നമ്മൾ വാങ്ങിക്കുന്ന രീതിയിലൊന്നുണ്ട്. സവാള ഇല്ല എങ്കിലും ഇപ്പോൾ റേച്ചാൻ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പിന്നെ എമർജൻസി അല്ലെങ്കിൽ അവിടുന്ന് റേച്ചാൻ സാധനം ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പം ആ സൈഡിൽ ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ കിട്ടുന്നത് ഒരു കുഴപ്പമില്ല. ഞങ്ങളിപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ജിയോ മാർട്ടിൽ സാധനം വാങ്ങിക്കുമ്പോൾ എന്നും ഇങ്ങനെ അവൈലബിൾ ഉണ്ടെങ്കിൽ 5 രൂപ കിറ്റ് വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പം സവാള ഇവിടെ ഒരിടയ്ക്കില്ലായിരുന്നു. സവാള ഇവിടെ സ്റ്റോക്കാണ്, എല്ലായിടത്തും സ്റ്റോക്കാണ്. പക്ഷേ ഇവിടെ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഈ അടുപ്പിച്ചിപ്പോൾ 1-2 ദിവസം ഇങ്ങനെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം ഒരു 3-4 കിലോ സവാള ആയല്ലേ. അപ്പോൾ റീച്ചാൻ ചോദിക്കും, ഇനിയും വേണമെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എന്തിനാ റീച്ചാ വേണ്ടാന്ന് വെക്കുന്നത്? ആരാന്നേലും അങ്ങനെയല്ല ചെയ്യത്തുള്ളൂ. 40 രൂപ ആയിരുന്ന സമയത്തും നമുക്കിങ്ങനെ 5 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഏത് വ്യക്തികളും അങ്ങനെ ചിന്തിക്കുക, എന്തിനാ വെറുതെ കളയുന്നത്? ഉണ്ടെങ്കിൽ അവൈലബിൾ ഉള്ള സമയത്ത് വാങ്ങിച്ചു വെച്ചാൽ നല്ലല്ലേ. എനിക്കാണെങ്കിൽ സവാള ചിലവാകുന്നത് പോലെ ഇന്നാളി എന്നോട് ചോദിച്ചതാണ് ജോയിൽ, ചേച്ചി ആൻറ്റിക്ക് സവാള മാസം എത്ര ആവുമെന്ന്. ഇവിടെ സവാളയ്ക്കൊരു കണക്കില്ല. അപ്പം മുട്ട മസാലയൊക്കെ റെഡി ആയായിരുന്നു. അപ്പോൾ ഞാൻ ഡാഡിക്കും കൊടുത്തു, പ്രീസനും കൊടുത്ത്. അതിന് ശേഷം ഞാനൊരു ബൗളിലാക്കിയത്. പിന്നെ ഞാൻ തൈരുണ്ടായിരുന്നു. ഇപ്പം മോരുകറി വെച്ചാൽ 3-4 ദിവസം കാണുമല്ലേ, അതുകൊണ്ട് മോരുകറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് അതൊന്ന് അടപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് ഇത് അടപ്പത്ത് വെച്ചായിരുന്നേ. അപ്പോൾ അതിൽ ഇച്ചിരി ചുമന്നിരിക്കുന്ന എന്തുവാണോ, ഞാൻ ഈ കടുക് വറക്കാൻ നേരം ഒരു കുഞ്ഞ് സ്പൂൺ ഇട്ടാണ് ഇളക്കിയത്. അപ്പോൾ ആ സ്പൂണിൻ്റെ അകത്ത് കുറച്ച് മസാലയൊക്കെ പോലെ ഇരുന്ന്, അപ്പോൾ ആ സ്പൂണ് ഞാൻ ഈ മോരുകറിക്കകത്തിട്ടങ്ങ് മുക്കി. അതാണ് ആ മോരുകറിയിൽ നിന്ന് ചുമന്നിരുന്നത്. റീച്ചാൻ ഇന്ന് ഇത്തിരി നേരത്തെ വന്ന്. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീച്ചാൻ നേരത്തെ വന്നോണ്ട് ഞാൻ പെട്ടെന്ന് റീച്ചാനെ വലിച്ചുകൊണ്ട് ഓടി. എവിടാണെന്ന് കണ്ടു. 1 കിലോ ക്യാരറ്റ് 25 രൂപ വാങ്ങിക്കാൻ പോകും. 1 കിലോ ക്യാരറ്റ് 25 രൂപ വാങ്ങിക്കാൻ പോകും. ചെറിയ വഴുതനങ്ങ ഞാനിവിടെ നിന്ന് കട്ടായി പോകും. ഇവിടെ നിന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർ വന്ന് അതിൻ്റെ സബ്ജി ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അപ്പം ഞാനവിടെ ഇഞ്ചി വാങ്ങിക്കാൻ നിന്നേ. ഇഞ്ചിയും ക്യാരറ്റും പുള്ളിയുടെയും വാങ്ങിച്ചന്നേരം ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ വഴുതനങ്ങ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചാൽ അവരത് പാലക്കിൻ്റെ അകത്തിട്ട് കറി വെക്കാനാന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ സബ്ജിയും വെക്കാം, ഇങ്ങനെ തേങ്ങ ഇടാതെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പം ഇഞ്ചി 100 രൂപ എന്നാണ് പറഞ്ഞത് കിലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 80 രൂപയ്ക്കാണ് തന്നത്. അപ്പം 1 കിലോ വാങ്ങിക്കുവാണെങ്കിൽ 90 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നാളി 1 കിലോ വാങ്ങിച്ചുകൊണ്ട് വന്ന് പേസ്റ്റാക്കി വെച്ചായിരുന്നു. നല്ല ഇഞ്ചിയാണ് കേട്ടോ. എവിടെ വട്ടാണ് ഇപ്പം ഗ്രേപ്സ് തുടങ്ങി. ഓറഞ്ച് എത്ര കൈസേ? 60 रुपये किलो. ഇവിടുന്ന് വാങ്ങിക്കുന്നോ? പട്ടണ കൈസേ? 3-4 കിലോ എടുത്ത് അത്ര രൂപ വയ്ക്കാം. ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ
വട്ടാണ നോക്കി നടക്കുക. നമുക്കിതെടുത്ത് ഫ്രീസറിൽ വെക്കാം. പക്ഷേ ഇപ്പോൾ ഒരു 3-4 കിലോ വാങ്ങിക്കാമെന്നും പറഞ്ഞിരിക്കുക. 3-4 കിലോ വാങ്ങിക്കാം. വാങ്ങിച്ച് ഇല്ല, അങ്ങനെ എടുക്കണം. കുറേ ദിവസം കൊണ്ട് ചിന്തിക്കുക വന്ന് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഈ റേച്ചാൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇന്ന് വാങ്ങിക്കാം. അപ്പം ഞാൻ ചിന്തിച്ച് ഞങ്ങൾ 5 കിലോ വാങ്ങിച്ചു. 5 കിലോ വാങ്ങിച്ചോണ്ടേ കിലോ 30 എന്നാണ് പറഞ്ഞത്. നമുക്കത് തിരഞ്ഞെടുക്കാനും പറ്റത്തില്ല ഇങ്ങനെ വാങ്ങിക്കുമ്പം. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇതിപ്പം സീസൺ സമയമായി. ഇപ്പം ഒരു 10 രൂപയിലും കുറച്ചും തന്നില്ല. പിന്നെ നമ്മളൊന്നും മിണ്ടാൻ പോയില്ല. ലാസ്റ്റ് ടൈം 40 രൂപയോ 50 രൂപയും കണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിലും നല്ല അതിൻ്റെ അകത്ത് അരിയുള്ള വട്ടാണയായിരുന്നു. ചിലതാണെങ്കിൽ അരി അങ്ങനെ അധികം കാണത്തില്ല. വട്ടാണ മീൻസ് ഈ മട്ടർ. അപ്പോൾ ഈ ഓറഞ്ച് ഇരിക്കുന്നു. ഓറഞ്ച് ആദ്യം ചോദിച്ച അയാൾ 60 പറഞ്ഞ്, ഇവിടെ 50. എന്നാൽ അടുത്തടുത്തുമാണ് ആൾക്കാർ. അങ്ങനെയൊക്കെ വിലയിൽ വ്യത്യാസമൊക്കെ വരും. ഓറഞ്ചിൽ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു, രണ്ടും സെയിം ആയിരുന്നു. അപ്പം ഞാൻ 2 കിലോ ഓറഞ്ചും വാങ്ങിച്ചു. എന്നാൽ ഞാൻ റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഓറഞ്ചിൻ്റെ തൊട്ടപ്പുറത്ത് ഒരിടത്ത് ഈ ക്ലിപ്പ് ഞാൻ പറഞ്ഞിട്ട് റീച്ച എനിക്ക് ക്ലിപ്പ് വേണമെന്ന്. റീച്ചാൻ പറഞ്ഞു വാ ഞാൻ അടുത്ത് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. റീച്ച മുന്നോട്ടിങ്ങനെ നടന്ന് ഈ 20 രൂപ, ഈ കടയിൽ എന്തെടുത്താലും 20 രൂപ. അപ്പോൾ ഞാൻ അകത്ത് കയറി. എന്നാൽ ഇത്തിരി വീഡിയോ കൂടെ എടുക്കാമെന്നും പറഞ്ഞാൽ കയറിയത്. പക്ഷേ അവിടുത്തെ ഈ തള്ളും ഇച്ചിരി നമ്മുടെ ആ റോഡിൽ നിന്ന് ഇച്ചിരി സ്റ്റെപ്പ് വെച്ച് മേളിലോട്ട് കയറണം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഒത്തിരി ഹൈറ്റില്ല ആസ്പെറ്റാസ്. എനിക്ക് ആ ചൂടും ഇതൊക്കെയാണ് എനിക്ക് വെപ്രാളം വന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനങ്ങനെ ക്ലിപ്പും വാങ്ങിച്ചു, ഒരു പീലറും വാങ്ങിച്ചിട്ട് ഞാൻ ബില്ലടയ്ക്കാൻ വന്നു. അയാൾ ചോദിച്ച് വീഡിയോ എടുത്തോന്ന്. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന്, ഭയങ്കര ആളാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാ ഉച്ച സമയത്ത് വന്നൊന്ന് വീഡിയോ എടുക്കണേ, ഞങ്ങൾക്കും അത് പ്രയോജനമാകുമല്ലോ. പുള്ളി ഹിന്ദിച്ചാണ്, ഞാൻ ഏതോ ഹിന്ദി ചാനലായിരിക്കുമെന്ന്, ഞങ്ങൾക്കും അതൊരു ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ വെളിയിൽ നിന്നൊന്ന് ഈ എഴുതിയിട്ടുള്ള 20 രൂപ എന്നുള്ള അതേലും ഒന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തതാണ്. പുള്ളി ചോദിച്ച് ഇൻസ്റ്റയിൽ ഇടാനാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞ് അല്ല യൂട്യൂബ് ഉണ്ടെന്ന്. ഞാൻ പിന്നെ പറയാൻ പോയില്ല, മലയാളം ചാനലാണെന്നൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ച പീലർ ശരിയല്ല കേട്ടോ. അപ്പം ഈ 20 രൂപയൊക്കെ ചിലത് നല്ലതായിരിക്കും, ചിലത്. പക്ഷേ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതുവരെയും ക്ലിപ്പ് പൊട്ടിയതൊന്നുമില്ല. പക്ഷേ പീലർ എനിക്ക് ശരിയായില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ക്ലിപ്പ് അവിടെ ഇല്ലായിരുന്നു. കുഞ്ഞ് ക്ലിപ്പ് എന്തുവന്നേലും വാങ്ങിച്ചുകൊണ്ട് വന്നു, ഈ മുടിയിൽ ഇങ്ങനെ ഇത്തിരി ഒന്ന് മടക്കി ഇടാനായിട്ട്. എന്നാൽ ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഇവിടെ ഇല്ലായിരുന്നു. എന്തോ ചെയ്യാനാ, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞല്ലായിരുന്നു എന്ന് പറയിച്ചാൽ പറഞ്ഞാൽ എന്നാ വാ നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം. ഞാൻ പറയും പിന്നെ ഇനിയും ആ ലഗേജ് എടുത്തുകൊണ്ടങ്ങ് ഇച്ചിരിയും കൂടെ അങ്ങോട്ട് നടന്നു പോകണം. ഞാൻ പറഞ്ഞു ഇനി ഇത് മതി, ഞാനങ്ങും വരുന്നില്ലെന്ന്. ഒന്നാമത് അത്രയും സാധനം കൊണ്ട് നടന്നു വന്ന പാടെ എനിക്കറിയാം. വണ്ടി ഇച്ചിരി ഇത്രയും ആൾക്കാരുടെ ഇടയിലോട്ട് വണ്ടി നമുക്ക് അകത്തോട്ട് കൊണ്ടുവെക്കത്തില്ല. വണ്ടി ഇത്തിരി ഇങ്ങനെ റോഡിൽ വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്ത്. അപ്പം ഞാൻ സമയമായി, പ്രൈസിനെ 10 മണിക്ക് കിടത്തണമല്ലേ. ഞാൻ ചിന്തിച്ച് എല്ലാവരും ഇത് വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇത് ഇല്ല പല കെട്ടി പന്നലാവുമല്ലേ. അതുകൊണ്ട് ഞാൻ എന്തോന്നാലും ഇത്രയും നമ്മൾ മെനക്കെട്ട് കൊണ്ടുവന്നല്ലേ. ഞാൻ പറഞ്ഞ് പിള്ളേരെയും പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞ് 10 എണ്ണം വെച്ച് പൊളിച്ചായിരുന്നെങ്കിലും അത്രയെങ്കിലും നല്ലതല്ലേ. അങ്ങനെ ഞങ്ങളിരുന്ന് പൊളിക്കുക. ഇത് പൊളിക്കാൻ ഇവിടെ പ്രൈസിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പോളിനും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവന്മാരെ പിടിച്ചിരുത്താന്ന് വെച്ച് സ്പീഡായിട്ട് പൊളിക്കുന്നുണ്ട്. ഇവിടെ മറ്റേയാൾ അതിനിടെ കാട്ടിലും സ്പീഡായിട്ട് പൊളിക്കുന്നുണ്ട്. ഇത് സ്മൈൽ പ്ലീസ്, അതാണ് സ്മൈൽ. ഞാനൊരു 15-20 മിനിറ്റ് രണ്ടുപേരും ഇരുന്ന് പൊളിച്ച്. ഞാൻ പൊളിക്കുന്നതിൻ്റെ അത്ര സ്പീഡില്ലായിരുന്നു. അല്ല ഇച്ചിരി നേരം പെട്ടെന്ന് പ്രൈസനെ കിടത്തേണ്ട സമയമായി. ഞാൻ പറഞ്ഞ് കുറച്ച് നേരം ചെയ്താലേ ഇച്ചിരി ലേറ്റായി പോയി. ഇനി പാലൊന്നും കാച്ചാൻ സമയമായി, കിട്ടിയില്ല. അപ്പോൾ അവന്മാർ കുറച്ച് നേരം എഴുതിയിട്ട് പ്രൈസിനെ ഞാൻ പിടിച്ച് കിടത്തി. പിന്നെ ഞാനിരുന്ന് പൊളിച്ചു, ഇത്രയും പൊളിച്ച്. പിന്നെ ബാക്കി ഇനി കുറച്ചുകൂടെ ഉള്ളായിരുന്നു, അത് നാളെ പൊളിക്കാമെന്ന് വെച്ച്. ഞാനൊരു 10 എണ്ണം പൊളിക്കുമ്പോഴായിരിക്കും അവർ ഒരെണ്ണം പൊളിക്കുന്നത്, അതുപോലെ ആയിരിക്കും. പിന്നെ ഞാൻ ചിന്തിച്ച് ഒരു 10 എണ്ണം പൊളിച്ചാലും അത്ര ആവട്ടെ എന്നും പറഞ്ഞ് എന്തോന്നാലും പ്രൈസിനെ പെട്ടെന്ന് കിടത്തി. പൂൾമോൻ ഒരു അരമണിക്കൂർ ഇരുന്ന് പൊളിച്ച്. പിന്നെ അത്രയെങ്കിലും ആവട്ടെ. ഇത് വെച്ചിരുന്ന ഇത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടേ ബൈ ചാൻസ് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇത് ഇച്ചിരി നേരമാണ്, ഇത്രയും എനിക്ക് വിരിച്ചിടാനും പറ്റത്തില്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി
വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.